ചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാടുകൾ മ്ലാവുകളിൻ പുലി കലിവാഴണ കാനനമോ. ആരാ ആടാ നീ? തേങ്ങ കള്ള? അടിയൻ കള്ളനല്ല, വിശന്നപ്പോൾ തേങ്ങാവെള്ളം ഉണ്ടോയെന്നറിയാൻ കുലുക്കി നോക്കിയതാ. കുലുക്കി നോക്കിയാൽ ഉള്ളിൽ എത്ര വെള്ളം ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? പറ്റും. അടിയൻ്റെ വണ്ടി പഴയ എൻഫീൽഡാ. കുലുക്കി നോക്കിയാൽ ഞങ്ങളെല്ലാം അറിയുന്നത്. എനിക്കറിയില്ല, കാരണം എൻ്റേത് പ്ലാറ്റിനയാണേ. പെട്രോളെന്ന് എഴുതി കാണിച്ചാൽ ഓടും ഒരു 100 കിലോമീറ്റർ. ആവോ. തൻ്റെ വണ്ടി എൻഫീൽഡാന്ന് പറഞ്ഞിട്ട് താൻ വന്നിറങ്ങിയത് കൊയ്ത്ത് മിഷനിലാണല്ലോ. അയ്യോ, അത് അനിയൻ്റെ ഡ്യൂക്കാ. മോഡൽ ചെയ്ത് കൊയ്ത്ത് മെഷീൻ പോലായതാ. ഓ, അവൻ അതേ പോകുമ്പോൾ ബാഹുബലിയിലെ പൾവാൾ ദേവൻ പോന്നെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ കൃഷിയില്ല, ഇല്ലെങ്കിൽ അനിയനെ കൊണ്ട് 2 റൗണ്ട് ഓടിപ്പിക്കായിരുന്നു. തൻ്റെ കൂടെ വന്ന ആ മണികണ്ഠൻ എവിടെ? നീലിയുടെ കൂടെ ഡേറ്റിന് പോയത്. എന്നിട്ട് ഈ വരുന്ന ശനിയാഴ്ച സഞ്ചയനത്തിന്റെ ഡേറ്റ്. അപ്പോൾ ശനിയാഴ്ച അത്രയുടെ ഇറങ്ങാം. ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചിട്ട് ഇസിയായേ. ഇറങ്ങും. ആരാന്നാ ചോദിച്ചത്? തല ഉയർത്തി നോക്കുക. ചിൻ അപ്പ്, ഷോൾഡർ ഡൗൺ, ഐസ് ഓപ്പൺ. വളരെ കാലത്തിന് ശേഷം ഞാൻ പല്ല് തേക്കുന്ന മഹത്തായ സുദിനം. എൻ്റെ മനയിലേക്ക് സ്വാഗതം. മനയെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടൊരു മെനയില്ലല്ലോ. ജ്യോതിശങ്കർ ആർട്ട് ഏത് മെനയുള്ള മനയും ഒരാഴ്ച കൊണ്ട് മെനകെട്ടതാക്കും. ആട്ടെ, എന്താ ജോലി? PR വർക്ക്. ഈ റോഡൊന്ന് ടാർ ചെയ്യാൻ പറഞ്ഞിട്ട് എത്ര നാളായി? ടാറിങ് നിഷേധിക്കുന്ന അനാദരവാണ്. അയ്യോ, അത് PWD വർക്ക്, ഇത് PR വർക്ക്. രാജാവിനൊക്കെ പുകഴ്ത്തി പാടും. രാജാവ് ഒന്ന് താഴെ പോയാലും പറഞ്ഞു കയറ്റി വെക്കും. അതെ. എന്നാ എനിക്ക് പറ്റിയൊരു ക്യാപ്ഷൻ പറയുക. വളരണം ഈ പോറ്റി, തുടരണം ഈ ഭരണം. അടിപൊളി അടിപൊളി. മാണിക്യചരിതം നിശ്ചയമുണ്ടോ? അറിയാം. പാടുക, കേക്കട്ടെ. കവരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ട 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 ഉണ്ട. ഞാനും ചെയ്തിട്ടുണ്ട് ഉണ്ട. ഖാലിദ് റഹ്മാന്റെ. തനിക്കിനി ഇവിടെ കൂടാം. ഞാൻ പാടാൻ പറയുമ്പോഴൊക്കെ പാടണം. അലക്സ കംപ്ലൈന്റ് ആണേ. അലക്സ ശരിയാക്കി. അലക്സ മ്യൂസിക് പ്ലീസ്. ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലങ്കുത്തി ചാടേണ്ടേ. അലക്സ, ഇത് ലാലു അലക്സ, പൊക്കോളുക. എന്തോ മീനാ? അയല അയല അയല. വേണ്ട വേണ്ട, ഗ്യാസാ കോഴിയിറച്ചി മതി. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോൾ കൗണ്ടി തന്നെയാ നല്ലത്. നിശ്ചയമുണ്ടോ? ഉണ്ട്. ഇത് ബോള്, ഇത് സ്റ്റമ്പ്, ഇത് തുഴ. തുഴയല്ല, ബാറ്റ്. അറിയാം, അവിടുത്തെ കയ്യിലിരിക്കുമ്പോൾ ഇത് തുഴ. മിഡിലാണോ? കളി തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് പണയം വെക്കണം. ഉണ്ടല്ലോ. അയ്യോ, ഇത് എവിടെ നിന്ന് എടുത്തോണ്ട് വന്നു? നേരത്തെ നിന്ന് മനയിലെയാ. ഇനി വരുമ്പോൾ ചെറിയ സാധനങ്ങൾ കൊണ്ടുവരണം. മൊബൈലോ വാച്ചോ പേർഷ്യൻ സ്പ്രേയോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നല്ല 2 കൗണ്ടറെങ്കിലും എഴുതിക്കൊണ്ട് വരണം. ഇതിൽ കൊള്ളുന്നതിൻ്റെ മാക്സിമം എടുത്തോണ്ട് വരാം. തലയെക്കെട്ടും കെട്ടി പട്ടി ഷോ കാണിക്കാൻ നീ ആര്? ഹാർദിക് പാണ്ഡ്യയോ? ഇതും കൂടെ 4 പോയാൽ താൻ തോക്കുക. താൻ തോറ്റു. ഇനി എന്തേലും ഉണ്ടോ പണയം വെക്കാൻ? നേരത്തെ വെച്ച കിണ്ടി ഒന്നുകൂടെ ഇളക്കി വെക്കാൻ പറ്റുമോ? പിന്നെ മാസം ഇളക്കി വെക്കാൻ. ഇത് ശ്രീരംഗം ഫിനാൻസ് അല്ലേ? തനിക്ക് ഒരു കിണ്ടി 2 തവണ പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. എന്തോ കിണ്ടി? ചിക്കൻ ഫ്രൈ ഇല്ലാതെ, ഫ്രഞ്ച് ഫ്രൈസും ഇല്ലാതെ, കഞ്ഞി കുടിക്കുന്ന കഷ്ടപ്പാട്. ഇതെന്ത് ചിക്കനാ? KFC ഇവിടെ ഉണ്ടോ? പിന്നെ കൊടുമ്പൻ പോറ്റി ഫ്രൈഡ് ചിക്കൻ. കഴിച്ചോളൂ. റേഷൻ കട തുറന്ന് കിടക്കുക. ഫുഡ് തന്ന സ്വിഗ്ഗിക്ക് നന്ദി. അത് ഓർഡർ ചെയ്ത് ഞാനല്ലേ, പിന്നെന്തിനാ സ്വിഗ്ഗിക്ക് നന്ദി? ഞാൻ ആ ചെറുക്കന് ഗൂഗിൾ പേ പൈസ ഇട്ട് കൊടുത്ത് ഗുണഗുണാന്ന് സൗണ്ടും വരുന്നത് കേട്ടതല്ലേ? കാണിക്കരുത് എന്നോട് പറഞ്ഞു. നിന്നെ ഇപ്പൊ കാണണമെന്ന് എനിക്ക് ചെറുത്ത. ഗൂഗിൾ മാപ്പ് എന്നെ ഇവിടെ എത്തിച്ചത്. ജട്ടി മാനേജറിന് ലൊക്കേഷൻ ഇട്ടതാ. ഓട്ടോക്കാരൻ എന്നെ ചതിച്ചു. ഓർമ്മ വന്നപ്പോൾ ജട്ടി ഇട്ടുകൊണ്ട് ഈ മനയുടെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ഗൂഗിൾ മാപ്പല്ല, വിധിയാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. എൻ്റെ തലവിധി. 3 നേരം തിന്നണം, ഉണ്ടാന്ന് പാടണം. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ആവൃസ്റ്റ്. ബാക്കി ഡബിങ് ശരിയാക്കി പോരെ രാഹുലെ? മതി. അവിടുത്തെ ഈ മുഖം ഒന്ന് തെളിയാൻ അടിയനിന് എന്ത് ചെയ്യണം? ISO കുറഞ്ഞു കിടക്കായിരിക്കും. ഷെഫിനെ കൂട്ടുക. എങ്ങനെയുണ്ട്?
ആ ശരി. ഗൂഗിൾ മാപ്പില്ലാതെ ലൊക്കേഷൻ തെറ്റാതെ മേനക ജട്ടിയിലോട്ട് എപ്പ പോകും? പൊക്കോളൂ, ഈ മഴ തോന്നിട്ട് പൊക്കോളൂ. എപ്പ തോരും? ഇവിടുത്തെ മഴ തോരില്ല, ഈ മന നിൽക്കുന്നത് ചിറാപ്പൂഞ്ചിയില്ല. ആ സോമരസം അകത്തുള്ള സാധനത്തെ വിശ്വസിക്കണ്ട, ചാത്തനാ. ഏയ് ഞാൻ വിശ്വസിക്കില്ല, ദിവ്യനാ. ചാത്തന ചാത്തന. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഇതുപോലുള്ള ചാത്ത സാധനം അടിക്കണമെങ്കിൽ അങ്ങനെ ചാത്തൻ തന്നെ. കയ്യിലൊരു മോതിരമുണ്ട്, അത് കൈക്കലാക്കണം. എന്താ അവിടെ ഒരു സംസാരം? അല്ല, ഇവൻ പറയാ ആ നീലിക്ക് പോറ്റി സാറിനോട് എന്തോ പ്രണയമോ ക്രഷാണെന്നോ സാറിനെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളെന്നോ അങ്ങനെയൊക്കെ. ഞാനിപ്പോൾ എന്തോ ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നത്? വാലന്റൈൻസ് ഡേ അല്ലേ വരുന്നത്, ഒരു മോതിരം എടുക്കുക, എന്നിട്ട് ഇതൊരു കേക്കിൽ വെച്ചിട്ടേ നീലിക്ക് കൊടുക്കണം. വല്യമാരിമീന്ന് പറയണം. ഇങ്ങനെയൊന്ന്. അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ അവൾക്ക് ഈ മോതിരം കിട്ടും, അവളത് കയ്യിലിടും. അപ്പോൾ ഒന്നുമില്ല, ഇയാൾ മൂഞ്ചി ശക്തി മുഴുവൻ എനിക്ക് അയ്യണ്ട മോതിരം കണ്ട. രണ്ടും കൂടെ എനിക്കിട്ട് ഉണ്ടാക്കുമായിരുന്നില്ലയോ? ആത്മാവിന്റെ പോക്ക് കാണാൻ നോക്കിയോ? ഓ നീയും പഴമൊന്നും ഇനി വരത്തില്ല. അപ്പൊ ഇനി ഞാൻ ഇനി മുതൽ നീ ഞങ്ങളുടെ അടിമ. എന്തോ നോക്കോടാ, പോയി എടുത്തോണ്ട് പോടാ ഔട്ട് പറക്കി. തനിക്ക് 2 പ്രാവശ്യം അങ്ങോട്ട് അടിക്കാൻ അനുവാദം ഇല്ല. അത് വല്ലവരുടെ അയ്യോ അവരുടെ.